PSC ഐഡിയാസിൽ ഇന്നത്തെ ക്ലാസ് നീതി ആയോഗിനെ കുറിച്ചാണ്. നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനങ്ങളിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, സമ്പദ് വ്യവസ്ഥകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. കൂടുതൽ ഇതിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8. 2015 ഫെബ്രുവരി 8 നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ആദ്യ സമ്മേളനം അറിയപ്പെട്ടത് ടീം ഇന്ത്യ എന്നാണ്. ആദ്യ സമ്മേളനം അറിയപ്പെട്ടത് ടീം ഇന്ത്യ എന്നാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ. അതുപോലെ തന്നെ നിലവിലെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ്. നിലവിലെ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ സുമൻ കെ ബെറി ആണ് നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ പ്രഥമ CEO സിന്ധുശ്രീ ഗുള്ളറാണ് നീതി ആയോഗിൻ്റെ പ്രഥമ CEO. നീതി ആയോഗിൻ്റെ നിലവിലെ CEO പരമേശ്വരൻ അയ്യറാണ് നീതി ആയോഗിൻ്റെ നിലവിലെ CEO. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ് 2020-21 ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ് 2020-21 ഒന്നാമതെത്തിയ സംസ്ഥാനം. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 ആണ്. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. 2021 നീതി ആയോഗ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടകയാണ്. 2021 നീതി ആയോഗ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. 2021 നീതി ആയോഗ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 8ാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളമാണ്. 2021 നീതി ആയോഗ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 8ാം സ്ഥാനമുള്ള സംസ്ഥാനം. നീതി ആയോഗിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്. നീതി ആയോഗിലെ നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ. ഇത്രയും പേരാണ് നീതി ആയോഗിലെ നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരം അംഗങ്ങൾ, 5 അനൗദ്യോഗിക അംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇത്രയും പേരാണ് നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ.